അപ്പോൾ ഇന്നത്തെ ഉച്ചക്കലത്തെ ലഞ്ചാണ് ഞാൻ ഉണ്ടാക്കിയത്. എങ്ങനെയാണെന്ന് പറയാം. കുക്കർ സാമ്പാറിലെ എല്ലാ കഷ്ണങ്ങളും പരിപ്പും എല്ലാം കൂടെ വേവിച്ചു. എന്നിട്ട് അവസാനം അത് പുളി പിഴിഞ്ഞ് വെച്ച് സാമ്പാറാക്കി. ഇത് ബീറ്റ്റൂട്ട് കംപ്ലീറ്റ് ഉള്ളിയും മുളകും പച്ചമുളകും കൂടി മൂപ്പിച്ചു. അത് കഴിഞ്ഞ് അതിൽ ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ടു. ബീറ്റ്റൂട്ട് ഉപ്പേരി തയ്യാറായി. ഇത് തൈരാണ്. ചോറ് ഇന്നലത്തെ ചോറാണ്. അത് തിളപ്പിച്ചു. അത് വറുത്തു. പപ്പടം വറുത്തു. കൊണ്ടാട്ടമുളക് ഉണ്ട്. ഈ പച്ചടി ഇതാണ് പ്രധാനപ്പെട്ടത്. പച്ചടി എങ്ങനെയാ ചെയ്യും? കയ്പ്പയ്ക്ക കുരുവെല്ലാം കളഞ്ഞ് നല്ല പോലെ അരിഞ്ഞ് വറക്കണം. വറുത്തിട്ട് അത് ഉപ്പ് പുരട്ടി വറക്കണം. വറുത്ത് കഴിഞ്ഞിട്ട് തൈരും പച്ചമുളകും കടുകും കൂടി അരച്ച് അതിൽ ഒഴിച്ച് കടുക് വറുത്തിട്ട് പച്ചടി കലായി കേട്ടോ. ഈ പച്ചടി കലായി ഇതൊക്കെയാണ് ഇന്നത്തെ എളുപ്പത്തിൽ വേവിച്ചുണ്ടാക്കിയത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത് കാണണ്ടേ? അടുക്കളയിലേക്ക് വരും കേട്ടോ. ഇതാ ചോറ് നോക്കും. വെള്ളം തിളപ്പിച്ചു. അതിൽ ചോറിട്ടു. ഇതാ ചോറ് ഇന്ന് തിളയ്ക്കുന്നു. അത് ഇന്നലത്തെ ചോറ് കേട്ടോ. എങ്ങനെ ഞാൻ പതിവ് 2 ദിവസത്തെ ചോറ് ഒരുമിച്ച് വെക്കാറാണ് പതിവ്. ഇതാ ബീറ്റ്റൂട്ട് തോരൻ ഇതേ നോക്കൂ. ചീഞ്ചട്ടിയിൽ ഉള്ളി മുളകും മൂപ്പിച്ചു. അതിൽ ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ടു. അങ്ങനെ ഉപ്പേരി ബീറ്റ്റൂട്ട് കലാവണം. ഇതാ ഇവിടെ കയ്പ്പയ്ക്ക ഇതൊന്ന് അരിഞ്ഞു. കയ്പ്പയ്ക്ക എന്ന് പറഞ്ഞാൽ പാവയ്ക്ക. അതിൻ്റെ കുരു കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞു. എന്നിട്ട് അത് എണ്ണയിൽ വഴറ്റണം കേട്ടോ. നല്ല പോലെ വഴറ്റണം. ബ്രൗൺ കളറാക്കണം കേട്ടോ കയ്പ്പയ്ക്ക. അത് ഉപ്പിട്ട് ചുടുവെള്ളം ഒഴിച്ച് വെച്ചതാണ് ഞാൻ കയ്പ്പയ്ക്ക. അതിനെ പിഴിഞ്ഞെടുത്തിട്ട് ഇതേ വറക്കണം കേട്ടോ. ഇനി ഒരു കയ്പും ഉണ്ടാവില്ല കയ്പ്പയ്ക്ക പച്ചടി. നോക്കിക്കോളൂ, നല്ല ടേസ്റ്റാണ് കയ്പ്പയ്ക്ക പച്ചടി. അതുകൊണ്ടാണ് പറഞ്ഞത് അത് വറുത്ത് ബ്രൗൺ കളറാക്കണം. ഇത് അവിടെ സാമ്പാർ കുക്കർ സാമ്പാറാണ്. അതിൽ പുളി പിഴിഞ്ഞ് ഒഴിച്ചു. ഞാൻ പുളി പിഴിഞ്ഞ് ഒഴിച്ചില്ല, ബാക്കി എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു. പുളി പിഴിഞ്ഞ് ഒഴിച്ചു. അത് തിളക്കി ഉപ്പിട്ടു. എന്നിട്ട് അത് തിളച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ ഇനി അതിൽ സാമ്പാർ പൊടി വറുത്തിടണം. അത് നമുക്ക് കടുക് വറുത്തിടുന്നതിൻ്റെ കൂടെ സാമ്പാർ പൊടി ഇടാം. ബീറ്റ്റൂട്ട് ഉപ്പേരി പാത്രത്തിലാക്കി കേട്ടോ. ബീറ്റ്റൂട്ട് ഉപ്പേരി വളരെ ഈസിയാണ്. പാത്രത്തിലാക്കി ഗ്രേറ്റ് ചെയ്തതാ. കയ്പ്പയ്ക്ക നോക്കൂ, നല്ല ബ്രൗൺ കളറായി അതിനെ വറുത്തെടുത്തു. ഇനി എന്ത് ചെയ്യണം വെച്ചാൽ ചീഞ്ചട്ടിയിൽ കടുകും മുളകും ഇടുക. കടുകും മുളകും ഇട്ട് മുളകില്ല, അത് കാരണം കരിവേപ്പിനി മാത്രം ഇട്ടു. കടുക് വറുത്തിടുക. ഇത്തിരി ഇത്തിരി ഉലുവ ഇടണം. സാമ്പാറിൻ്റെ വറുത്തിടാനാണ്. സാമ്പാറിന് വറുത്തിടാൻ വേണ്ടിയിട്ട് ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചത്. വെളിച്ചെണ്ണ ഒഴിച്ചു. കടുക് വറുത്തിട്ടു. കടുക് പൊട്ടട്ടെ കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം മാത്രമേ സാമ്പാറിൽ ഒഴിക്കാൻ പാടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം. പൊട്ടണ ശബ്ദം കേൾക്കണ്ട? കടുക് ഇല്ല. വരട്ടെ കടുക് പൊട്ടട്ടെ. നല്ല പോലെ കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടിയപ്പോൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ സാമ്പാർ പൊടി അതിലിട്ടു. സാമ്പാർ പൊടി ഇട്ട് ഒന്ന് നല്ല പോലെ ഇളക്കണം. എന്താ കാരണം വെച്ചെങ്കിൽ സാമ്പാർ പൊടി ഒന്ന് ആ പച്ച മണം മാറി കിട്ടണം. അതിന് വേണ്ടിയിട്ട് കേട്ടോ. ഒന്ന് വറുത്തെടുത്താൽ എന്നിട്ട് നിങ്ങൾക്ക് സാമ്പാർ കൂട്ടാനിൽ ഇടാം. സാമ്പാർ അതിലേക്ക് ഒഴിക്കുക. ചീഞ്ചട്ടിയിലേക്ക് ഞാൻ ഒഴിക്കാൻ പോകട്ടെ. കൂട്ടാൻ ഒഴിച്ചു. നല്ല പോലെ തിളക്കട്ടെ. 2 കരിവേപ്പില ഇടുക. മല്ലിയുടെ ഇല ഉണ്ടെങ്കിൽ ഇടാം, മല്ലിയുടെ ഇല ഇല്ല. അത് കാരണം സാമ്പാർ ഇപ്പോൾ തയ്യാറായി. മീനിട്ടിട്ടുള്ളിൽ സാമ്പാർ തയ്യാറായി. നല്ലത്. ഇനി നെക്സ്റ്റ് എന്താ വെച്ചെങ്കിൽ തേങ്ങ അരക്കണം. എന്തിനു വേണ്ടിയിട്ട് തേങ്ങ അരക്കണേ? പച്ചടിക്ക് വേണ്ടിയിട്ട്. അതായത് കയ്പ്പയ്ക്ക പച്ചടി, പാവയ്ക്ക പച്ചടിക്ക് വേണ്ടിയിട്ടാണ്. തേങ്ങ 1 പിടി തേങ്ങ, 1 പച്ചമുളകും 1 നുള്ളു കടുകും കേട്ടോ. 2 പച്ചമുളക് ഇട്ടു ഞാൻ. 1 നുള്ളു കടുക് വേണ്ടു കൂടി അരയ്ക്കുക. നല്ല തൈരിൽ അരച്ചെടുക്കണം. വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് ഇതാ കടുക് ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചു. കരിവേപ്പില ഇട്ടു. കടുക് ഇട്ടു. അത് വറുത്തിട്ടിട്ട് എന്ത് ചെയ്യണം? കടുകും പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതാ ഇത്തിരി എണ്ണ ഒഴിച്ചു കടുക് പൊട്ടട്ടെ കേട്ടോ. പൊട്ടിയതിന് ശേഷം നമുക്ക് ആലോചിക്കാം. അതാ എണ്ണ ഒഴിച്ചു, കടുകിട്ടു, കറിവേപ്പില ഇട്ടു. ചുമന്ന മുളകില്ലാതെ കാരണം സാറില്ല, കുഴപ്പമില്ല. അത് ഇപ്പോൾ കടുക് പൊട്ടിട്ടോ. കടുക് പൊട്ടിയിട്ട് അതിന് ശേഷം ആ കടുക് പൊട്ടാതെ നമ്മൾ ഇട്ടാൽ ശരിയാവില്ല. കടുക് പൊട്ടിയപ്പോൾ എന്ത് ചെയ്തു? നാളികേരം കടുകും പച്ചമുളകും കൂടി അരച്ചത് ഒഴിച്ചു. അതിൽ ഒന്ന് തിളയ്ക്കാനേ പാടുള്ളൂ. മിക്സി കഴുകി ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞാൽ വറുത്ത് വെച്ച് ഉപ്പിടണം. ഉപ്പിട്ട് ഇളക്കി ഉപ്പിന് ഉണ്ടോ ടേസ്റ്റ് നോക്കിയതിന് ശേഷം എന്ത് ചെയ്യണം വെച്ചെങ്കിൽ കയ്പ്പയ്ക്ക വറുത്ത് വെച്ചിട്ടില്ലേ ബ്രൗൺ കളറുള്ള കയ്പ്പയ്ക്ക അതിലിടുക, അല്ലെങ്കിൽ പാവയ്ക്ക അതിലിടുക. നല്ല പോലെ ഇളക്കുക. പാവയ്ക്ക പച്ചടി തയ്യാർ. ഈ ലഞ്ച് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ മറക്കരുത് കേട്ടോ. ഇനി നിങ്ങളുടെ സ്വന്തം